കാത്തിരുന്ന ആ ദിവസം എത്തി മക്കളെ. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് ഒരുക്കുകയാണ്, ബർത്ത്ഡേ ഗിഫ്റ്റ് ബോക്സ്. അപ്പോൾ ആദ്യം വെക്കുന്ന ചെരുപ്പാണ്. അവൾക്ക് ഷൂ ഇല്ല. അപ്പോൾ 2 ഷൂ വാങ്ങാമെന്ന് വിചാരിച്ചു. 2 വർഷത്തിൽ കൂടുതലായി ചെരുപ്പ് വാങ്ങിയിട്ട്. അതായത് നമ്മൾ അവർക്ക് വാങ്ങിയ ചെരുപ്പ് ചീത്തയായില്ല. അത് തന്നെയാണ് കഴുകി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വാങ്ങിയത് അവളുടെ മാമ വാങ്ങി കൊടുത്തതാണ് ആ ഷൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് അത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വാങ്ങിയതാണ്. അപ്പോൾ ആ ഷൂ വാങ്ങി. അതിനുശേഷം പിന്നെ 2 കളിപ്പാട്ടമാണ്. അതൊരു പാവയും ഒരു മ്യൂസിക്കൊക്കെ കേൾക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ പാവ ഞാൻ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവളിതിന് മുന്നേ ആ പാവ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ വാങ്ങിയില്ല. ഞാൻ വിചാരിച്ച് സർപ്രൈസായിട്ട് ഇപ്പോൾ വാങ്ങാം, എന്തായാലും കണ്ടില്ലേ എന്ന് വെച്ചിട്ട് ആ പാവ വാങ്ങി. പിന്നെ ആ ഒരു മ്യൂസിക് ബോക്സ്, അത് ഇതിന് മുന്നേ അവളിതുപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഡോക്ടർമാരുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങി വെച്ചേക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ അല്ലേ കൊടുക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ 2 പേർ മിഠായി വെച്ചു. സ്കൂളിലൊക്കെ കൊണ്ട് പോകണമല്ലോ എന്നൊക്കെ. അതൊക്കെ ആ ഒരു കളിപ്പാട്ടവും മിഠായിയൊക്കെ വാങ്ങിയത് അവരുടെ അമ്മൂമ്മയാണ്. പിന്നെ വാങ്ങിയതാണ് ഇത്. ഞാൻ വാങ്ങാൻ പോണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വാങ്ങിയതൊന്നും കാണിച്ചു തന്നില്ല. അപ്പോൾ ഈ ഒരു കൊലുസും ഈ ഒരു അരഞ്ഞാണുമാണ് അവൾക്ക് വാങ്ങിയത്. അത് പഴയതൊക്കെ കൊടുത്തിട്ട് വാങ്ങിയതാണ്. അവളുടെ അച്ഛൻ വാങ്ങിയതാണ്. ഉടുപ്പും അവളുടെ അച്ഛൻ വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ ഇത് മുട്ടായി, അതാണ് ഞാൻ വാങ്ങിയത്. എൻ്റെ കയ്യിൽ അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മോളുടെ ബോക്സ്. അപ്പോൾ ഇത് രാത്രി സർപ്രൈസായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ സർപ്രൈസ് പൊട്ടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവളുടെ സന്തോഷം എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.